വെൽക്കം ടു ATM ആൻഡ് വിഡ്രോ നോളജ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചർച്ച ചെയ്യാൻ പോവുകയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മനോഹരമായി സംസാരിക്കുവാനും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ മാർക്ക് നേടാനും നമുക്ക് സാധിക്കും. ഇംഗ്ലീഷിലെ ഫ്ലുവൻസിയിലെ ഒരു പ്രധാന ഘടകം റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചുള്ള തികഞ്ഞ അറിവാണ്. അപ്പോൾ നമുക്ക് ഇന്നത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ ക്ലാസ്സിലേക്ക്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ആദ്യം നമുക്ക് ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്നതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഒരു വ്യക്തിയോ വ്യക്തികളോ പറയുന്ന കാര്യം അതേപോലെ തന്നെ മറ്റൊരാളോട് അവതരിപ്പിച്ചാൽ അതിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നു. ഒരു വ്യക്തിയോ വ്യക്തികളോ പറഞ്ഞ കാര്യം അപ്പാടെ നമ്മൾ മറ്റൊരാളോട് പറയുന്നുവെങ്കിൽ അത് ഡയറക്റ്റ് സ്പീച്ചാണ്, അല്ലെങ്കിൽ അതിനെ നറേഷൻ എന്ന് വിളിക്കും. ഇനി ഒരു വ്യക്തിയോ വ്യക്തികളോ പറഞ്ഞ കാര്യം അതിൻ്റെ മീനിങ് ഒട്ടും ചോർന്നു പോകാതെ നമ്മുടേതായ ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി മറ്റൊരാളോട് അവതരിപ്പിക്കുന്നതിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ഓർ നറേഷൻ. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് സ്പീച്ച്. നമുക്ക് ഇതിനെക്കുറിച്ച് സാവധാനം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി ഡയറക്റ്റ് സ്പീച്ചിൻ്റെയും ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഹി സെഡ് ഐ വിൽ കം. ഇവിടെ അവൻ പറഞ്ഞു ഞാൻ വരുമെന്ന്, അല്ലെങ്കിൽ ഞാൻ വരും. അവൻ പറഞ്ഞു, അവൻ പറഞ്ഞ കാര്യം ഐ വിൽ കം എന്നുള്ളത് നമ്മൾ അപ്പാടെ എഴുതിയിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം അപ്പാടെ അവതരിപ്പിക്കുന്നു. ഐ വിൽ കം. ഇതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. നേരിട്ടുള്ള അവതരണമാണ്. എന്നാൽ ഈ സംഗതി തന്നെ രണ്ടാമത്തൊരു രീതിയിൽ എഴുതിയിരിക്കുന്നു. ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം. ഈ സെന്റൻസിനെ മറ്റൊരു രീതി നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സാവധാനം നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാൻ മാത്രമാണ് ഈ രണ്ട് എക്സാമ്പിൾസ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം. ഈ വില്ല് ഇവിടെ വുഡായി, എവിടുന്നോ ഒരു ദാറ്റ് വന്നിരിക്കുന്നു. ഐ എന്നുള്ളത് ഹി ആയി. ടോട്ടൽ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവൻ പറഞ്ഞ കാര്യം നമ്മൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു തേർഡ് പാർട്ടി മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് ഇവൻ പറഞ്ഞ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് അവൻ പറഞ്ഞ കാര്യം അപ്പാടെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നു. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നു. ഡയറക്റ്റ് സ്പീച്ചിന്റെയും ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെയും ചില വ്യത്യാസങ്ങൾ. ഡയറക്റ്റ് സ്പീച്ചിൽ സ്പീക്കർ, സംസാരിക്കുന്ന വ്യക്തി ആരാണോ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രണ്ട് ഇൻവേർട്ട് കോമയ്ക്കുള്ളിലായിരിക്കും കിടക്കുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെ ഇൻവേർട്ട് കോമയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കും. ഇൻവേർട്ട് കോമയ്ക്കുള്ളിൽ ഒരു സംഗതി കണ്ടാൽ ഉറപ്പിക്കാം അത് ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേർട്ട് കോമയിൽ കിടക്കുന്ന ആദ്യ ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻവേർട്ട് കോമയിൽ കിടക്കുന്ന ആദ്യ സംഗതി എന്താണോ അതിന്റെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഇൻവേർട്ട് കോമയിലുള്ള ഭാഗം, ഇത്രയും ഭാഗം ഇതിന് മുമ്പിലുള്ള ഭാഗത്തിൽ നിന്നും ഒരു കോമയിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയുമാണ് ഒരു ഡയറക്റ്റ് സ്പീച്ചിന്റെ പ്രധാന സവിശേഷതകൾ. പ്രധാനമായിട്ടും ഇൻവേർട്ട് കോമയിലാണ് അദ്ദേഹം പറയുന്ന കാര്യം കിടക്കുന്നത്. ആ ഭാഗത്തിന്റെ ആ തുടക്കം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇനി ആ ഭാഗം അതിന് മുമ്പുള്ള ഭാഗത്തിൽ നിന്നും ഒരു കോമയിട്ട് തിരിക്കപ്പെട്ടിരിക്കും. ഇനി ചില സമയങ്ങളിൽ ഈ ഭാഗം ഇതിന് ശേഷമായിരിക്കും. ശേഷമാണെങ്കിലും ഇവിടെ ഉണ്ടാവും കോമ. എന്നാൽ രണ്ടാമത്തെ ഭാഗം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇൻവേർട്ടഡ് കോമ ഇല്ല. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് ഹി വുഡ് കം. അതിന് മുമ്പുള്ള ഭാഗത്തിൽ നിന്നും കോമയിട്ട് തിരിക്കപ്പെടേണ്ട ആവശ്യവുമില്ല. ഇതാണ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അല്ലെങ്കിൽ ഒരു സെന്റൻസ് കണ്ടാൽ അത് ഡയറക്റ്റ് സ്പീച്ചിലാണോ ഇൻഡയറക്റ്റ് സ്പീച്ചിലാണോ എന്ന് മനസ്സിലാക്കാനുള്ള
ചില കുറുക്കു വഴികളാണ്. ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ ചില പ്രധാന സംഗതികളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ആദ്യമായിട്ട് തിരയേണ്ട ഒരു വ്യക്തി ഇതിലെ സ്പീക്കർ ആരാണ് എന്നുള്ളതാണ്. ആരാണ് സംസാരിക്കുന്നത്? അത് അവിടെയുണ്ട്. ഹീ സെഡ് ഐ വിൽ കം. ഞാൻ വരും എന്ന് പറഞ്ഞത് ഹീ ആണ്. അപ്പൊ ഇവിടെ സംസാരിക്കുന്ന വ്യക്തി ഹീ ആണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, ആരാണ് പറയുന്നത്. കാരണം അവന് ഈ പറയുന്ന സംഗതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് വരും സമയങ്ങളിൽ നമ്മളത് പഠിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്പീക്കർ ആരാണ്. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ഏറ്റവും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ടിംഗ് വെർബാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെർബാണ്. ആ വെർബ് ഇതാണ്, ഈ സെഡ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ ടെൻസസിൽ മാറ്റം വരും. ശ്രദ്ധിക്കണം, ഈ ഐ വിൽ കം എന്നുള്ളതിനകത്ത് ടെൻസിൽ മാറ്റം വരും. എപ്പോഴാണ്? ഈ കിടക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രം. അപ്പോ ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ഇതിനുള്ളിൽ കിടക്കുന്ന ടെൻസിന് യാതൊരു മാറ്റവും വരില്ല. ആ ടെൻസ് അതുപോലെ തന്നെ നിൽക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് വരും എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഈ സെന്റൻസ് മറ്റൊരു രീതിയിൽ എഴുതിയാൽ he says, he will say. ഈ സെഡിന് പകരം ഞാൻ എഴുതിയിരിക്കുന്നത് he says, ബാക്കി ഭാഗം I will come എന്നാണെന്ന് വെക്കുക. he will say, ബാക്കി ഭാഗം I will come എന്നാണെന്ന് വെക്കുക. ഇങ്ങനെ ഈ രണ്ട് കേസിൽ റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ് പ്രസന്റ് ടെൻസ്, വിൽ സേ ഫ്യൂച്ചർ ടെൻസിലാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഭാഗത്തിന് ടെൻസിൽ യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൽ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണെങ്കിൽ മാത്രം ഇവിടെ കിടക്കുന്ന ടെൻസിൽ മാറ്റം വരും. അത് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന ടെൻസിന് മാറ്റം വരുന്നില്ല. ഇനി നമുക്ക് ടെൻസസിൽ വരുന്ന മാറ്റങ്ങൾ അവയെക്കുറിച്ചും ചർച്ച ചെയ്യാം. മുമ്പ് നമ്മൾ സംസാരിച്ചു ടെൻസസിൽ എപ്പോഴാണ് മാറ്റം വരുന്നത്. ടെൻസസിൽ മാറ്റം വരുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലായിരിക്കുമ്പോൾ മാത്രം. ഇവിടെ ഞാനൊരു സംഗതി എഴുതിയിട്ടുണ്ട്, ഹീ സെഡ് ഇൻവേർട്ടഡ് കോമ. ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുന്ന ടെൻസസിന് ഇത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് എങ്ങനെയാണ് മാറ്റം വരുന്നത്? ഈ വരച്ചിരിക്കുന്നവിടെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, അതായത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിൽ ആയിരിക്കുമ്പോൾ മാത്രം, ഈ ഭാഗം സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇവിടെ കിടക്കുന്ന സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നു. ഇനി ഈ ഭാഗത്ത് കിടക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സബ്സിക്വന്റ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുന്നു. ഇനി ആ ഭാഗം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനേതാ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു. ഇനി ആ ഭാഗം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രസന്റിനെ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആകുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നു, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഇത് എഴുതി വെച്ച് കാണാപ്പാഠം പഠിക്കുക. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലായിരിക്കുമ്പോൾ ഈ സെന്റൻസിലെ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിന്റെ ടെൻസിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രസന്റ് ടെൻസിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടു. ഇനി ഈ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കിടക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെയുള്ള സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു.
ഇനി ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റും. ആ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് ഇതാണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഇവിടെ സബ്ജക്റ്റ് ഉണ്ടാവും, വാസ് ഓർ വേർ പ്ലസ് ING ആണ്. അങ്ങനെയാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മളിതാ ഹാഡ് ബീൻ പ്ലസ് ING, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റും. അതായത് വാസ് ഓർ വേർ പ്ലസ് ING ഹാഡ് ബീൻ പ്ലസ് ING ആക്കി മാറ്റും. ഇത് ഞാൻ എഴുതിയാനൊരു കാര്യമുണ്ട്, അത് അവസാനം ഒന്ന് സംസാരിക്കാം. അപ്പൊ ഈ രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായി പാസ്റ്റ് പെർഫെക്റ്റ് ഓർ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ ആ ടെൻസുകൾക്ക് മാറ്റം ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ തുടരുന്നതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, നോ ചേഞ്ച്. ഇനി ഇവിടെ കിടക്കുന്ന സെന്റൻസിൽ വാസ് ഓർ വേർ ING ഇല്ലാതെ, ING ഉണ്ടെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് വിളിക്കും, അത് ഹാഡ് ബീൻ പ്ലസ് ING ആയി മാറും. വാസ് ഓർ വേർ മാത്രമാണുള്ളത്, ING ഇല്ല, അതിനെ നമ്മൾ ഹാഡ് ബീൻ ആക്കി മാറ്റും. അപ്പൊ വാസ് ഓർ വേർ എന്നുള്ളതിനെ ഹാഡ് ബീൻ ആക്കി മാറ്റും, വാസ് ഓർ വേർ പ്ലസ് ING ഹാഡ് ബീൻ പ്ലസ് ING ആയി മാറും. ഇതാണ് പാസ്റ്റ് ടെൻസുകൾക്ക് സംഭവിക്കുന്ന മാറ്റം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിലെ ടെൻസ് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ അതിന് വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. മാറ്റം സംഭവിക്കുന്നപ്പോഴാണ് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായിരിക്കുമ്പോൾ. നോക്കാം. ഫ്യൂച്ചർ ടെൻസിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. വിൽ ആൻഡ് ഷാൽ അവ വുഡ് ആൻഡ് ഷുഡ് ആയി മാറും. ഇത് മാത്രം മെയിനായിട്ട് ഓർത്തിരിക്കുക. ഷാൽ ഓർ വില്ല് വുഡ് ഓർ ഷുഡ് ആയി മാറും. ഇവയെ പ്രധാനമായിട്ട് നമ്മൾ വുഡ് ആക്കിയാണ് മാറ്റുന്നത്. വുഡാണ് സാധാരണ എഴുതാറുള്ളത്. ഷാലും വില്ലും വുഡാക്കി മാറ്റാറാണ് പതിവ്. ചില കേസിൽ ഷാല് ഷുഡ് ആവാറുണ്ട്. അപ്പം മിക്ക കേസിലും വുഡാണ് എഴുതുന്നത്. എങ്കിൽ ഞാൻ ഷാൽ ആൻഡ് വിൽ എഴുതിയത് കൊണ്ട് വുഡും ഷുഡും രണ്ടും എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വുഡാണ്. നോക്കാം. ആദ്യം സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ ടെൻസ് നമുക്കറിയാം. സബ്ജക്ട് പ്ലസ്, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, വിൽ ഓർ ഷാൽ പ്ലസ് വെർബാണ്, വെർബ് ബേസ് ഫോമിലാണ്. അതാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഇടുമ്പോൾ ഈ വിൽ ആൻഡ് ഷാൽ വുഡ് ആൻഡ് ഷുഡ് ആയി മാറുന്നു. ബാക്കി ഭാഗം അതുപോലെ തന്നെ വുഡ് ആൻഡ് ഷുഡ് പ്ലസ് വുഡ് ഓർ ഷുഡ് പ്ലസ് വെർബാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സബ്ജക്ട് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING ആണ്. മാറ്റം ശ്രദ്ധിക്കുക. വില്ലും ഷാലും വുഡ് ആൻഡ് ഷുഡ് ആക്കി മാറും. ബാക്കി ഭാഗം ബി പ്ലസ് ING അതുപോലെ തന്നെ. അപ്പൊ വിൽ ബി ഡൂയിങ് എന്ന് പറഞ്ഞാൽ വുഡ് ബി ഡൂയിങ് ആയി മാറും. ഷാൽ ബി ഡൂയിങ് എന്നുള്ളത് അത് വുഡ് ബി ഡൂയിങ് അല്ലെങ്കിൽ ഷുഡ് ബി ഡൂയിങ് ആയി മാറും. അതിൽ തന്നെ വുഡ് ബി ഡൂയിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. മാറ്റം ഈ ഭാഗം അതുപോലെ തന്നെ നിൽക്കും. ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിൽ ആൻഡ് ഷാൽ എന്തായി മാറും? വുഡ് ആർ ഷുഡ് ആയി മാറുന്നു. അവസാനമായി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ഇതാണ്. വിൽ ഓർ ഷാൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. മാറ്റം ശ്രദ്ധിക്കുക. ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING അതുപോലെ തന്നെയുണ്ട്. മാറ്റം സംഭവിക്കുന്നത് ഈ രണ്ട് വേർഡ്സിന് മാത്രമാണ്. വിൽ എന്നുള്ളത് വുഡ് ആവുന്നു, ഷാൽ ആണെങ്കിൽ അത് ഷുഡായി മാറുന്നു. ഇവയിൽ തന്നെ വുഡിന് സാധ്യത കൂടുതലാണ്. ഈ ഷാല് ഷുഡായി മാറുന്നത് സാധാരണ ഷാൾ കുട്ടി ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഷാല് നമ്മൾ ഷുഡാക്കി മാറ്റുന്നത് പ്രധാനമായിട്ടും. അല്ലാത്ത കേസസിലെല്ലാം കൂടുതലും വുഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്യൂച്ചർ ടെൻസിന് വരുന്ന മാറ്റങ്ങൾ. ഇനി ഇവ കൂടാതെ മറ്റു ചില മാറ്റങ്ങൾ. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിൽ ക്യാൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കുഡായിട്ട് മാറ്റും. മേ മൈറ്റ് ആയി മാറും. മസ്റ്റിന്റെ മാറ്റം ശ്രദ്ധിക്കുക. മസ്റ്റിനെ നമ്മൾ ഹാഡ് ടു ആക്കിയാണ് മാറ്റുന്നത്. അപ്പൊ ക്യാൻ കുഡാക്കുന്നു, മേ മൈറ്റ് ആക്കുന്നു, മസ്റ്റ് ഹാഡ് ടു ആക്കുന്നു. അടുത്തതായി മാറാതെ നിൽക്കുന്ന ചില സംഗതികൾ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന സെന്റൻസിൽ വുഡ്, ഷുഡ്, മൈറ്റ്, ought to, used to ഇവയുണ്ടെങ്കിൽ അവയ്ക്ക് യാതൊരു മാറ്റവും നമ്മൾ വരുത്തില്ല. അവ നോ ചേഞ്ച്, അത് അതുപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും. അപ്പൊ പ്രധാനമായിട്ടും ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. എപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിൽ ആയിരിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ വളരെ കൃത്യമായി പഠിക്കുക. ഇതുകൂടാതെ 4 തരം സെന്റൻസസ് ഉണ്ട്. അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇംപെറേറ്റീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്.
ഇവയെക്കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാം, അത് കണ്ടാൽ മനസ്സിലാവും. ഈ സെൻറ്റൻസസ് ഇൻവേർട്ട് കോമയിൽ വരുന്നതനുസരിച്ച് ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഓരോ സെൻറ്റൻസിനും ഓരോ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. അതും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടാതെ സമയത്തിനെ കാണിക്കുന്ന വാക്കുകൾ, ഫോർ എക്സാമ്പിൾ ടുഡേ, ഇങ്ങനെയുള്ള വാക്കുകൾ റിപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടുഡേ എന്ന് എഴുതില്ല. ഡയറക്റ്റ് സ്പീച്ചിൽ ടുഡേ, ഇൻഡയറക്റ്റ് സ്പീച്ചിലാവുമ്പോൾ ദാറ്റ് ഡേ ഇങ്ങനെ മാറും. അതായത് സമയത്തിനെ കാണിക്കുന്ന വാക്കുകൾ മറ്റൊരു ഭൂമിയിലേക്ക് മാറും. ഇനി സ്ഥലങ്ങളെക്കുറിച്ച്, പ്ലേസസിനെ കുറിച്ച് കാണിക്കുന്ന വാക്കുകൾ ഹിയർ, ഹിയർ എന്നുള്ള വേർഡ് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അതിനെ ദർ ആക്കി മാറ്റണം. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളെക്കുറിച്ച് കാണിക്കുന്ന വാക്കുകൾ, സമയത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കും മാറ്റം സംഭവിക്കുന്നു. ഇതുകൂടാതെ പേഴ്സണൽ പ്രൊനൗൺസ്, അതായത് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊനൗൺസിനും മാറ്റങ്ങൾ സംഭവിക്കും. അതെങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണെന്നുള്ളത് സൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ച് അത് മനസ്സിലാക്കും. അതുപോലെ തന്നെ പൊസസീവ് പ്രൊനൗൺസ്, ഐ എന്നുള്ളതിൻ്റെ പൊസസീവ് ഫോം മൈ ആണ്. വി ആവുമ്പോൾ അവർ, ഇങ്ങനെയുള്ള വാക്കുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ഇപ്പം ഞാൻ അവസാനമായി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പോർഷനാണ്. ഒറ്റ വീഡിയോയും കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ട് പല ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ക്ഷമയോടെ എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കുക. അപ്പോൾ till we meet next time, take care, goodbye. Please like, share and subscribe the channel.